സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പ്രിയ കുടുംബാംഗങ്ങളെ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് നമുക്കിന്നിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. 1-ാം അധ്യായത്തിലുള്ള മുഴുവൻ ശ്ലോകങ്ങളും 2-ാം അധ്യായത്തിലെ ഇതുവരെയുള്ള ശ്ലോകങ്ങളും അർജുനനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് തുടർന്ന് അങ്ങോട്ട് ഈ ഒരു ശ്ലോകം കൂടി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അമൃതമൊഴികളാൽ സമ്പന്നമാകുന്നൊരു ഭാഗമാണ്. ഏതായാലും ഈ ഒരു ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ രാധിക മോൾ ഇവിടെ ചൊല്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അന്വയ അർത്ഥത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 10. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വച. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വച. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വച. എല്ലാവരും കേട്ടല്ലോ. വളരെ മനോഹരമായിട്ട് രാധിക മോൾ ചൊല്ലിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അന്വയ അർത്ഥം എന്താണെന്നും കൂടി നമ്മൾ നോക്കണം. അന്വയ അർത്ഥം ശ്രദ്ധിക്കുക. ഭാരത, ഹേ മഹാരാജാവേ എന്ന് വെച്ചാൽ ഭാരത എന്നുള്ളത് ധൃതരാഷ്ട്രയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഉഭയോ സേനയോ, 2 സേനകളുടെയും എന്നർത്ഥം. മധ്യേ, ഇത് മലയാളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധ്യ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ തന്നെ. വിഷീദന്തം എന്ന് വെച്ചാൽ വ്യസനിച്ചിരിക്കുന്ന. തം അവനോട്, ഋഷികേശ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ, പ്രഹസൻ ഇവ എന്ന് വെച്ചാൽ പരിഹസിക്കുന്നവനെ പോലെ. ഇദം വച, ഈ വാക്കിനെ ഉവാച പറഞ്ഞു. അന്വയാർത്ഥം കേട്ടല്ലോ. ഇനി ഇതിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിൻ്റെ. അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ, ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ വിഷാദഗ്രസ്തനായിരിക്കുന്ന ആ അർജുനനോട് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ടെന്ന പോലെ ഇപ്രകാരമുള്ള വാക്യങ്ങളെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ ഇപ്രകാരമുള്ള വാക്കുകൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അത് എപ്രകാരമാണെന്നുള്ളതാണ് നമുക്ക് അടുത്ത ശ്ലോകം മുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. കാരണം എന്താ, ഇത്രയും ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വാക്കുകൾ ഭഗവാൻ കേട്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളോട് വന്നിട്ട് ഓരോ ആൾക്കാരും ഓരോ സംശയങ്ങൾ ചോദിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാർ സ്ത്രീകളാവാം, പുരുഷന്മാരാവാം, യുവതികളാവാം, പ്രായമുള്ള ആൾക്കാരാവാം. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മക്കൾ തന്നെ വന്നിട്ട് നമ്മളോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. ആ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് വേണമെന്നറിയോ, അത് വിഡ്ഢിത്തങ്ങളായിക്കോട്ടെ. അർജുനൻ്റെ ഓരോ ചോദ്യങ്ങളും വിഡ്ഢിത്തമായിട്ടാണ് ഭഗവാൻ എല്ലാം അറിയാലോ. ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാന് അത് വെറും ഒരു നിസ്സാരമായ സംശയമായിട്ട് തോന്നുക. എന്നാൽ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി, ജിജ്ഞാസ, അത് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഭഗവാൻ അത് കേട്ടു നിന്നു. ഇതുപോലെ നമ്മുടെ മക്കളാവട്ടെ നമ്മളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അജ്ഞത നടിച്ച് അറിയാത്തതാണെങ്കിൽ അവരെ ആട്ടി ഓടിക്കുന്നത്, ശകാരിക്കുന്ന സ്വഭാവം പാടില്ല. അത് നയപൂർവ്വം കേട്ട് നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാം, അച്ഛൻ അതിപ്പോൾ കുറച്ച് തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് തരേ, അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ ജോലി കഴിഞ്ഞ ശേഷം തരേന്ന് പറഞ്ഞിട്ട് മറ്റാരോടൊന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് തന്നെയാണ് നമ്മളോട് മറ്റാരെങ്കിലും ഒരു സംശയം ചോദിച്ചിരിക്കട്ടെ,
ആര് എന്ത് കാര്യം പറയുമ്പോഴും, സംശയം തന്നെ ആവണമെന്നില്ല, ഏത് കാര്യം പറയുമ്പോഴും ഭഗവാൻ കൃഷ്ണൻ അർജുനൻ്റെ മുമ്പിൽ എങ്ങനെയാണോ നിന്നത് അതുപോലെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ പറയുന്നത് അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ, ആരാ പറയുന്നത്? സഞ്ജയനാ പറയുന്നത്. ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ ഉഭയോ സേനയോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ രണ്ട് സൈന്യത്തിൻ്റെയും നടുക്കാണെന്ന് പറഞ്ഞ്. നമ്മളൊക്കെ രണ്ട് സൈന്യത്തിൻ്റെ നടുക്കല്ല ഉള്ളത്. ഈ പ്രഭാഷണം കേൾക്കുന്ന, ഗീത പഠിക്കാൻ നിൽക്കുന്ന നമ്മൾ ഓരോ ആൾക്കാരും ഇല്ലേ, നിരവധി സൈന്യങ്ങൾക്കിടയിലാണ് ഉള്ളത്. എല്ലാവർക്കും സംശയം അല്ലേ? അതെ. ഇവിടെ കൗരവരെന്നും പാണ്ഡവരും എന്ന് പറയുന്ന രണ്ട് സൈന്യത്തിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന അർജുനനുള്ളതെങ്കിൽ, നമ്മൾ ഭർത്താവാകുന്ന സൈന്യമുണ്ട്, മക്കളാകുന്ന സൈന്യമുണ്ട്, ഭാര്യയാകുന്ന സൈന്യമുണ്ട്, അച്ഛനാകുന്നതും അമ്മയാകുന്ന സൈന്യങ്ങളുണ്ട്, മക്കളാകുന്ന സൈന്യങ്ങളുണ്ട്, സഹോദരിയും സഹോദരന്മാരാകുന്ന സൈന്യമുണ്ട്, അയൽവാസികളാകുന്ന സൈന്യങ്ങളുണ്ട്, നമ്മളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളാകുന്ന സൈന്യങ്ങളുണ്ട്, ഓഫീസ് സംബന്ധമായ സൈന്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾക്കൊരു ദിവസം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഭർത്താവിന് തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്തണം, മക്കളെ തൃപ്തിപ്പെടുത്തണം, അച്ഛനെ തൃപ്തിപ്പെടുത്തണം, അമ്മയെ തൃപ്തിപ്പെടുത്തണം, സഹോദരങ്ങളെ തൃപ്തിപ്പെടുത്തണം. ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ നമ്മുടെ മുഖം നമ്മളെ എന്തൊക്കെയോ ടെൻഷൻ വിചാരിച്ച് നടന്നു പോവുകയായിരിക്കും. പെട്ടെന്ന് ഒരാളെ കണ്ട് നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കണ്ട, അവനിപ്പോൾ ഭയങ്കര അഹങ്കാര, ഇപ്പോൾ വഴിയിൽ കണ്ട മിണ്ടാറില്ല, കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തണം. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മാനസിക പ്രയാസമായിരിക്കും, കുടുംബ പ്രശ്നം കൊണ്ട് വന്നിരിക്കുന്നതായിരിക്കും. ആ സമയത്തായിരിക്കും ഓഫീസിൽ ആരെങ്കിലും വന്നിട്ടുണ്ടാവുക, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടാവുക. അവരോട് നേരാവണ്ണം പെരുമാറിയിട്ടെങ്കിൽ, മേലുദ്യോഗസ്ഥനോട് പെരുമാറിയിട്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരോടുള്ള പെരുമാറ്റം, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല 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 പ്രശ്നങ്ങളാണ്. ഇനി കച്ചവടക്കാരനാവട്ടെ, നമ്മൾ ഒരു കടയിലേക്ക് കയറി ചെല്ലുന്നതാവട്ടെ, വഴിയിൽ നിന്ന് സംസാരിക്കുന്നവരാവട്ടെ, എവിടെ നോക്കിയാലും നമ്മൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കണം. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലാണ് നമ്മളുള്ളത്. മക്കളുള്ള ആൾക്കാർക്കെങ്കിൽ മക്കളുള്ള പ്രശ്നങ്ങൾ, ഇല്ലാത്ത പ്രശ്നങ്ങൾ. ഇനി മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ. മൂത്ത മോളെ കല്യാണം കഴിച്ച് വിട്ടതേ ഉള്ളൂ, അപ്പോഴത് അടുത്ത മോള് പ്രസവിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ആ ഒരു പ്രശ്നം. സാമ്പത്തിക പ്രശ്നം വേറൊന്ന്. അങ്ങനെ നിരവധി സേനകൾക്ക് നടുവിലിട്ടിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ പിടിച്ച് നിൽക്കുകയാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ ഗീത പഠിക്കുന്നത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരാൾക്ക് ഉണ്ടാവുക, എല്ലാവർക്കും ഒരേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി പ്രശ്നങ്ങൾ നമ്മളുടെ അടുത്ത് നേർക്ക് വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. ഇവിടെ പറയുന്നത് എന്താണ്? അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ, ഇരു സൈന്യത്തിൻ്റെ മധ്യത്തിൽ വിഷാദഗ്രസ്തനായിരിക്കുകയാണ് അർജുനൻ. ധൃതരാഷ്ട്രക്ക് നല്ല സന്തോഷമായി. ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, എനിക്ക് ഈ ഭൂമിയിലും അതുപോലെ തന്നെ പരലോകത്തും ഒരു സ്വസ്ഥത കിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മളും അങ്ങനെയല്ലേ? എന്താ ചെയ്യേണ്ട, ഒരു രക്ഷയില്ല. അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം, ഞാൻ പോകുന്നിടം മുഴുവൻ പ്രശ്നമാണല്ലോ. ഇനി ഇവിടുന്ന് ഇനി മരിച്ചേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറയാറില്ല ചില ആൾക്കാർ. അങ്ങനെ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോട് കൂടിയാണ് പലരും ഉണ്ടാവുക. അപ്പോൾ അർജുനനും ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലുള്ളത്. കാരണം അർജുനൻ്റെ വിഷമം അർജുനനെ അറിയില്ല. അങ്ങനെ അർജുനനെ ബാധിച്ചിരിക്കുന്ന കുറേ പ്രയാസങ്ങൾ നമ്മൾക്കും ഉണ്ട്. അതുപോലത്തെ പ്രയാസങ്ങൾ നമ്മൾ വേണം ചിന്തിക്കാൻ. ഇവിടെ അർജുനൻ്റെ വിഷയമല്ല, നമ്മുടെ വിഷയമായിട്ട് ഓരോ ആൾക്കാരും ഈ ഗീത കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ വിഷയത്തിന് എന്താണ് പരിഹാരം എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഗീത പഠിക്കാൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന അർജുനൻ കലങ്ങിയ കണ്ണുകളോടൊത്ത് തൻ്റെ ഉപാധിയായിട്ട്, തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള മാർഗത്തിൻ്റെക്കുള്ള വെളിച്ചമെന്ന രീതിയിലുള്ള ആയുധങ്ങൾ, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ആയുധങ്ങളടക്കം അവിടെ ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തൻ്റെ ഇടമാണ്, ആർജവമാണ്, ഒരു ഉത്സാഹമാണ്. എന്ത് വിഷയം ഉണ്ടായാലും ഞാൻ അതിനെ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉത്സാഹം വേണ്ടേ, ഒരു ആർജവം വേണ്ടേ, ഒരു തൻ്റെ ഇടം വേണ്ടേ. ഇത് അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നമ്മളവിടെ തളർന്നിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അർജുനൻ ചെയ്ത പോലെ ആയുധം താഴേക്ക് വീഴുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ തൻ്റെ ഇടം അവിടെ ഇല്ലാതെയാകുന്നു, നമ്മുടെ ആർജവം അവിടെ ഇല്ലാതാകുന്നു. നമ്മൾ ഭയന്നു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് തളർന്നു പോകുന്നു. ഇവിടെ അർജുനൻ്റെ കയ്യിൽ നിന്നും ഗാന്ധീവം താഴെ വെച്ചു എന്ന് പറയുമ്പോൾ അർജുനനെ അർജുനനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാന്ധീവമാണ്.
നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മളെല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളായി മാറുന്നത്. അപ്പോൾ അത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവിടെ തളർന്നിരിക്കുമ്പോൾ നമ്മളെയാക്കുന്ന ആ ആർജവം അല്ലെങ്കിൽ നമ്മുടെ ആ ഉത്സാഹം അവിടെ താഴെ വെച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ആയുധവും നമ്മൾ താഴെ വെച്ചിട്ടാണുള്ളത്. ഈ നിറയെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അപ്പോഴാണ് പറയുന്നത് എനിക്ക് ശാന്തി മാർഗം എവിടെയും കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. അപ്പോഴിവിടെ ഭഗവാനോട് പറയുകയാണ്, ഇതിനൊരു പരിഹാരം എനിക്ക് വേണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നമ്മുടെ ഇടയിലും ഇതുപോലെ തളർന്നിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. പല പ്രശ്നങ്ങൾ, ഭർത്താവിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഭാര്യയെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളായി വരുമ്പം നമ്മളും ഇതിന് സഹായം തേടിയിട്ട് പോകും അയൽവക്കത്തെ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയും, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഇപ്പം ഈ പറയുന്ന അർജുനൻ കൃഷ്ണനോട് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിങ്ങനെ നിരത്തും. അപ്പോഴവരെന്ത് ചെയ്യും? അവർ പറയും, എൻ്റെ ഭഗവാനെ, ഇതെല്ലാം നീയായിട്ടാണ് ഇതെല്ലാം സഹിക്കുന്നത്. ഞാനാണെങ്കിൽ ഇതിനു മുമ്പേ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇന്നത്തെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അവർക്കുള്ള ഉത്സാഹം പൂർണ്ണമായി നശിപ്പിക്കുക ചെയ്തത്. അവിടെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആത്മവീര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാക്കി. ഇനി ആത്മഹത്യയെ വഴിയുള്ളൂ എന്ന് ചിന്തിക്കും. അതിന് പകരം ഇവിടെ കൃഷ്ണൻ ചെയ്യുന്നത് എന്താണ് നോക്കൂ. കൃഷ്ണൻ അത് വെറുതെ ഇങ്ങനെ ഒരു നിസ്സാരമാക്കിയിട്ടൊരു ഒരു പുഞ്ചിരി അങ്ങോട്ട് ചിരിച്ചു. നീ എന്താണ് ഈ പറയുന്നത് എന്ന ഭാവത്തിൽ കൃഷ്ണൻ ഒരു പുഞ്ചിരി അങ്ങോട്ട് ചിരിച്ചു. എന്നിട്ടാണ് കൃഷ്ണൻ തൻ്റെ അഭിപ്രായം അവിടെ പറയാൻ തുടങ്ങുന്നത്. നമ്മുടെ അരികിലാണ് ഇതുപോലെ മാനസികമായി തകർന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രയാസമായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ താങ്ങാവുന്നതിലേറെ വലിയ പ്രയാസം തന്നെ ആയിക്കോട്ടെ. എന്നാൽ പോലും അവരെ നമ്മൾ ഉത്തേജിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്, അവരെ തളർത്താനല്ല ശ്രമിക്കേണ്ടത്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇവനിപ്പോൾ ദാരിദ്ര്യമാണ് പറയുന്നിരിക്കട്ടെ, എനിക്ക് അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, ദാരിദ്ര്യമാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവരോട് പറയേണ്ട ഒരു കാര്യം, നോക്കൂ, നിങ്ങൾ റോഡ് വക്കിലേക്ക് നോക്കൂ. എത്ര ആൾക്കാർ വീടില്ലാതെ നരകയാതന അനുഭവിക്കുന്ന അവിടെ റോഡ് വക്കിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. ആ കുട്ടികളുടെ ഒരു ഷെഡ് വലിച്ചു കെട്ടിയിട്ട് ഒരു ചാക്ക് വലിച്ചു കെട്ടി അതിൻ്റെ കീഴെ കിടന്നുറങ്ങുന്ന ആൾക്കാരില്ലേ? നിങ്ങൾക്കതൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആളാണ്. നല്ലതുപോലെ ഈശ്വര കടാക്ഷം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ സംഭവിക്കാതിരുന്നിട്ടുള്ളത്. ഇനി മക്കളെ കൊണ്ടാണ് ബുദ്ധിമുട്ടെന്നുള്ളതിരിക്കട്ടെ, അപ്പോൾ അതിനേക്കാളും കേടികളായിട്ട് കുപ്രസിദ്ധി നേടിയിട്ട് അച്ഛനെയും അമ്മയും സ്ഥിരമായി മർദ്ദിച്ച് കൊല്ലുന്ന എത്രയോ മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരോട് പറയേണ്ടത് വെച്ചാൽ, ഇത്തരത്തിലെ മക്കളെ നിനക്ക് ദൈവം തന്നിട്ടില്ലല്ലോ, ഇങ്ങനെയൊന്നും നിനക്ക് ദുരിതമില്ലല്ലോ എന്ന വിധത്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചിരിച്ച് നിസ്സാരമാക്കി ഇതൊരു പ്രശ്നമല്ലാന്ന്. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഭൂമിയിലില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ? നിങ്ങൾ ചുറ്റുവട്ടത്തേക്ക് നോക്കൂ, എത്ര ആൾക്കാർ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടെന്നറിയോ? നിങ്ങൾ ഈ ഒരു ചെറിയ പ്രശ്നത്തിന് ഇങ്ങനെയെല്ലാം ടെൻഷൻ അടിച്ചാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് പിന്നെ അവരെ ഉണർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഭഗവാൻ ഓരോ ആൾക്കാരും ഉയർത്തി മേൽത്ത് ഘടകത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സാധാരണക്കാർക്കുള്ളതാണോ, ഇത് വലിയ വലിയ അർജുനെ പോലെയുള്ള ആൾക്കാർക്കുള്ളതല്ലേ? അല്ല, ഇത് സാധാരണ താഴേക്കിടയിലുള്ള ഒരാൾക്കും ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്കും ഇത് ആവശ്യമുള്ളതാണ്. ഇതിനകത്തുള്ള ഓരോ മൊഴികളും നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ നിസാര ഭാവമാണ് ഇത് കണ്ടത്. ഒരു ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ ഭാവമാണ് ഇവിടെ അർജുനൻ ശ്രീകൃഷ്ണൻ പ്രകടമാക്കുന്നത്. തൻ്റെ മുന്നിലേക്ക് നിങ്ങളുടെയൊക്കെ ഓരോ ആളുടെ അരികിലേക്ക് ഓരോ ആൾക്കാരും പല പ്രശ്നങ്ങളുമായി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്. അവരെ ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ ഉത്തേജിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. എന്ന് മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ചില ഇന്ന് ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഭഗവാൻ പറയും എന്താണെന്നുള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം എത്ര ഭംഗിയായിട്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക, വേണ്ടി വന്നാൽ എഴുതി വെക്കുക, എന്നിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ട് ഓരോ പ്രശ്നങ്ങളും എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നത് നോക്കൂ.
അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞത് ഹിന്ദുക്കളുടെ ഒരു ഗ്രന്ഥമല്ല. ഖുറാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ഗ്രന്ഥമാണ്. ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്, മതഗ്രന്ഥമാണ്. ഇത് രണ്ടും മതഗ്രന്ഥമാണ്. പക്ഷേ ഭഗവത്ഗീത മതഗ്രന്ഥമല്ല. മാനവരാശിയെ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കരകയറ്റി ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും പുണ്യമായ ഒരു ഗ്രന്ഥമാണ്. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒരു വകഭേദവുമില്ലാതെ എല്ലാവർക്കും അഭയം തരുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ ഗ്രന്ഥത്തിൻ്റെ പവിത്രത നമ്മൾക്കറിയില്ല. എന്നാൽ നിരീശ്വരവാദി എന്ന് മറ്റുള്ളവർ പറയുകയും യുക്തിവാദി എന്നൊക്കെ പറയുന്ന ഒരാൾ നമ്മളിവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നു. ആരറിയാം? നമ്മുടെ പഴയൊരു മുഖ്യമന്ത്രി EK നായനാർ. ഇദ്ദേഹം ഈ മാർപ്പാപ്പയെ കാണാൻ പോയി. ജോൺ പോൾ മാർപ്പാപ്പയെ കാണാനാണ് പോയത്. ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ട് ഏറ്റവും ഉയർന്ന അധികാരിയാണ്. റോമിലേക്ക് അവിടെ പോയ സമയത്ത് റോമിലുള്ള മാർപ്പാപ്പ ഇദ്ദേഹത്തിനൊരു കൊന്തയാണ് കൊടുത്തത്, ഒരു കുരിശിൻ്റെ ഒരു മാല. പക്ഷേ തിരിച്ചങ്ങോട്ട് കൊടുത്തത് എന്താ അറിയോ? ഭഗവത്ഗീതയാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് തരുന്നു അതിൻ്റെക്കാൾ 10 ഇരട്ടി കഴിവുള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് ബോധ്യപ്പെടുത്താനാണ് ഭഗവത്ഗീത ഇദ്ദേഹം അങ്ങോട്ട് കൊടുത്തത്. ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ലോ. അപ്പോൾ ഭഗവത്ഗീത ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവണം. ഈ ഭഗവത്ഗീതയാണ് അവിടെ മാർപ്പാപ്പയ്ക്ക് ഇദ്ദേഹം കൊടുത്തത്. എന്ന് വെച്ചാൽ ലോകത്ത് അതിനോളം വിലയുള്ള മറ്റൊരു സാധനമില്ല. ഇത്രയും പവിത്രമായ സാധനം നമ്മുടെ കയ്യിലുണ്ടായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ടായിട്ട്, ആ അറിവ് നമ്മുടെ സ്വന്തമാണ്, ഭാരതത്തിൻ്റെ സ്വന്തമാണ്, അത് മലയാളത്തിലുണ്ടായിട്ട് നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മൾ എന്തിനാ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നത്? അപ്പോൾ ഇതൊരു അസുലഭ അവസരമായി കണക്കിലെടുത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഓരോ ശ്ലോകങ്ങളും വളരെ അമൂല്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും അടുത്ത ഭാഗം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരും. കാത്തിരിക്കാം. ഏതായാലും നിങ്ങൾക്ക് ഈ ഭഗവത്ഗീത പഠിക്കാൻ ഭാഗ്യമുള്ളവർക്കും മുൻജന്മ സുഹൃതമുള്ളവർക്കും മാത്രമേ ഇത് പഠിക്കാൻ കഴിയൂ എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാവും. അവിടെ പോകേണ്ടി വരും, ഇവിടെ പോകേണ്ടി വരും, വീഡിയോ കണ്ടാലും എനിക്ക് ചിലപ്പോൾ കാണാൻ സമയം കിട്ടിയെന്നില്ല വരും. പക്ഷേ നിങ്ങളാണ് നിങ്ങളുടെ സമയം ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത്. നിങ്ങൾ ശ്രേഷ്ഠന്മാരാണോ അല്ലാത്തവരാണോ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇതൊരു സുവർണാവസരമാണ്. ഗീത പഠിക്കാൻ മുൻജന്മ സുഹൃതമുള്ളവർക്കേ കഴിയുമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും മുൻജന്മ സുഹൃതമുള്ളവരായതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾ കേൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ട സ്ഥിതിയിൽ വരുന്ന ഭാഗം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.